നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ നീറ്റ് എക്സാം. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മളുടെ പബ്ലിക് എക്സാമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ നീറ്റ് എക്സാം ആണല്ലേ. നമ്മുടെ നീറ്റ് എക്സാം അടുത്തെത്തി കഴിഞ്ഞു. അപ്പോൾ ഈ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ NCERT ബയോളജി ടെക്സ്റ്റ് ബുക്സ് വായിക്കുക? ഇതുവരെ നമ്മൾ പബ്ലിക് എക്സാം നമ്മൾ +1 എഴുതി, +2 ഒക്കെ പബ്ലിക് എക്സാം എഴുതി അല്ലേ. അപ്പോൾ ഈ പബ്ലിക് എക്സാമിന് പഠിച്ചതുപോലെ വായിച്ചാൽ മതിയോ? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ നോക്കിയിട്ട് നമ്മൾ ആ ഭാഗത്ത് മാത്രം സ്ട്രെസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഭാഗം മാത്രം നോക്കി പഠിച്ചാൽ മതിയോ? അങ്ങനെയാണോ നമ്മൾ നീറ്റ് എക്സാമിന് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടത്? അല്ല, കുറച്ചൊരു വ്യത്യാസമുണ്ട്. കാരണം എന്താണ്? നമ്മളുടെ നീറ്റ് എക്സാമിന് നമ്മൾ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളുടെ NCERT ബയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വേറെ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും നമ്മൾ NCERT ബയോളജി വായിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പം മിസ്സേ ഇനിയിപ്പോൾ എത്ര സമയമുണ്ട്, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് വായിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ NCERT എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ലൈനിലൂടെയും പോകണം. ഓരോ ലൈനിൽ നിന്നും ക്വസ്റ്റ്യൻ വരും, നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ ഈ ഒരു കുഞ്ഞു സമയത്ത് നമുക്ക് ഈ NCERT കംപ്ലീറ്റ് വായിച്ചെടുക്കാൻ കുറച്ച് പണിയായിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്താൽ മതി? നമ്മളുടെ കയ്യിൽ എപ്പോഴും നമ്മൾ വേണ്ടത്, ഇനിയിപ്പോൾ ഈ ഒരു കുഞ്ഞു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഓൾമോസ്റ്റ് കണ്ടൻറ്റ് അറിയാം, നമ്മളുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമുക്ക് കുറച്ച് അറിയാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമല്ലോ. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം NCERTയുടെ ലൈൻസ്. അങ്ങനെ NCERTയുടെ ലൈൻസ് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഭാഗം അണ്ടർലൈൻ ചെയ്യണം. ആ ഭാഗം ഇങ്ങനെ ഏതെങ്കിലും ഹൈലൈറ്ററൊക്കെ വെച്ച് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ നമ്മൾ പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്ത് വെക്കണം. അതല്ലാതെ നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ രണ്ടാമത് എപ്പോഴെങ്കിലും നോക്കുമ്പോഴൊക്കെ യെസ് ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഭാഗത്ത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ പാറ്റേൺ നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമുക്ക് എല്ലാം ഇരുന്ന് വായിക്കാനുള്ള സമയം ഉണ്ടാവില്ല. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഇപ്പോൾ നമ്മളുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അനാട്ടമി, നമ്മൾ +1 അനാട്ടമി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സിൽ അവിടെ ആ കാസ്പേരിയൻ സ്ട്രൈപ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട്. അവിടെ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് 3 വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗം മനസ്സിലാക്കി. അപ്പോൾ അവിടെ റിപ്പീറ്റഡ് ആയിട്ട് 3 തവണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചു. 3 ടൈംസ് എന്ത് ചോദിച്ചിട്ടുണ്ട്? റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ലാസ്റ്റ് ടൈം നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ, അല്ലെങ്കിൽ നമ്മളിനി എപ്പോഴെങ്കിലും നോക്കുമ്പം നമുക്ക് ആ ഭാഗം കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളുടെ നീറ്റിന് നമ്മളുടെ NCERT തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാ പോയിൻറ്റ്സ് കൂടി അറിഞ്ഞിരിക്കേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ഇങ്ങനെ കളർ പേപ്പർ തന്നെ വേണമെന്നില്ല. കളർ പേപ്പർ ആണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം നമ്മൾ ഫുൾ ഇങ്ങനെ പഠിക്കല്ലേ, അപ്പം കുറച്ച് കളർഫുൾ ആകുമ്പം വായിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ കളർഫുൾ ഹൈലൈറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഈ കളറിന് പ്രത്യേകത ഉണ്ടായിട്ടല്ല. ഈ കളർഫുൾ ഹൈലൈറ്റേഴ്സും ഇതൊക്കെ ഉപയോഗിക്കുമ്പം നമ്മളുടെ മൈൻഡ് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. ആ ഭാഗം നമുക്ക് ഓർമ്മയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കളർഫുൾ പേപ്പർ അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. സാധാരണ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ആ ഭാഗത്തൊന്നും ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. NCERTനെ വരുള്ളൂ, പക്ഷേ കുറച്ച് ചിലപ്പോൾ എക്സ്ട്രാ പോയിൻറ്റ്സ് അതും കൂടി അറിഞ്ഞെങ്കിലേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്ത് വെക്കുക? നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യാം? നമ്മൾ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചിന്തിക്കേണ്ട പോയിൻറ്റ്സോ അതേപോലെ എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ പീസ് ഓഫ് പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ NCERTയിൽ ഇപ്പോൾ നമുക്കിനിപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ NCERT വായിക്കുമ്പോഴോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അല്ല, നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അല്ല, നിങ്ങൾ ചിലപ്പം കോച്ചിങ്ങിൽ ക്രാഷ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, അല്ലാത്തവർ വീട്ടിലിരുന്ന് പഠിക്കുന്നവരുണ്ടാവും. എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് കോച്ചിങ്ങിനൊക്കെ പോയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗത്തു നിന്നാണെന്ന് പറയല്ലേ. അപ്പോൾ നമ്മൾ എക്സാമിനറിൻ്റെ നീറ്റ് ക്രാഷ് ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ പറയുന്നുണ്ട് ഈ ഭാഗങ്ങളൊക്കെ വരും, ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യുക? NCERTയിൽ തന്നെ ആ ഭാഗങ്ങൾ മാർക്ക് ചെയ്യുക, അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക. കാരണം ഓരോ ലൈനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പബ്ലിക് എക്സാമിന് പഠിച്ചതുപോലെ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി നമുക്ക് എല്ലാം ഇരുന്ന് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എവിടെയാണ് വന്നതെന്ന് വെച്ചാൽ അവിടെ നോക്കുക. നല്ലതായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ നമ്മൾക്ക് ഉറപ്പാണ്, ക്ലിയർ ആണെന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ ഇനിയുള്ള നമ്മളുടെ ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ട് NCERT ബുക്ക് വായിക്കുമ്പോൾ
നമ്മൾ നോക്കേണ്ടത്. അതുപോലെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ NCERT കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം NCERT വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.